അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് നാം ദൈവവചനം ധ്യാനിച്ച് ചിന്തിച്ച് ഓരോ ആഴ്ചകളിലും മുമ്പോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആ ഭാഗത്തിന് ശേഷം അതിന് സമാനമായിട്ടുള്ള മറ്റ് പുതിയ നിയമ എഴുത്തുകളിലൂടെ, ലേഖനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതായിരിക്കും. പ്രാരംഭമായി പൗലോസിലൂടെ ദൈവസഭയ്ക്ക് നൽകപ്പെട്ട ആ വെളിപ്പാട്, പിന്നീട് പത്രോസിലൂടെ നൽകപ്പെട്ട ആ കാര്യങ്ങൾ അപ്രകാരം പടിപടിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുവാനാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്, ആശ്രയിച്ച് ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോ തുടർമാനമായിട്ട് മറ്റ് 2 സഭകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയും ഞാൻ പോകുന്നിടത്തൊക്കെ തുടർമാനമായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് പുതിയ നിയമം, എന്താണ് പുതിയ നിയമത്തിന്റെ ഉപദേശത്തിന്റെ ആ ഘടന എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ചെറിയ വേദഭാഗമാണ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അത് 3 ഖണ്ഡികയായിട്ട് നമുക്ക് അവിടെ കാണാം. സ്തോത്രം. ഇന്ന് അത് വായിക്കുമെങ്കിലും പ്രാരംഭമായി നമുക്ക് ഇന്ന് അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനു മുമ്പ് മറ്റ് ഒരു വേദഭാഗത്തെ ഇതിനോട് ആമുഖമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ട് ഇന്നത്തെ സമയം അപ്രകാരം പര്യവസാനിക്കുന്നതായിരിക്കും. എന്നാൽ അതിനുശേഷം നാം തുടർമാനമുള്ള ആഴ്ചകളിൽ വിശദമായിട്ട് തന്നെ, സവിസ്തരമായിട്ട് തന്നെ, സാവകാശം നാം ദൈവവചനം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ദൈവവചനത്തിന്റെ വെളിപ്പാടിനാൽ ദൈവസഭ പണിയപ്പെടേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് നാം മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവാത്മാവ് നമ്മുടെ നടുവിൽ വചനത്തിന്റെ പ്രകാശനം നമുക്ക് നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പ്രാരംഭമായിട്ട് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത് വളരെ ആഴത്തിൽ മനസ്സിരുത്തി തന്നെ വായിക്കുമ്പോൾ നിങ്ങളും വായിച്ചു പോവുക. കാരണം പെട്ടെന്ന് വായിച്ചു വിടേണ്ട ഒരു വേദഭാഗമല്ല, വളരെ ആഴങ്ങൾ അടങ്ങിയിരിക്കുന്ന മാർമികമായ ദൈവിക വെളിപ്പാടുള്ള ഒരു വേദഭാഗമാണ്. തുറന്നു വായിക്കാം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞുകളഞ്ഞു തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പേ. ആമേൻ. പുതിയ നിയമത്തിന്റെ ഉപദേശത്തിന്റെ ഒരു ഘടന നമുക്ക് ഈ വേദഭാഗത്തിൽ കാണുവാനായിട്ട് കഴിയും. ഇതിന്റെ 3 ഖണ്ഡികകളിൽ അത് വ്യക്തമാണ്. പൗലോസ് തന്റെ ശുശ്രൂഷയെ കുറിച്ച് എഫെസോസിലെ മൂപ്പന്മാരോട് സംസാരിക്കുമ്പോൾ താൻ എന്താണ് അവരുടെ നടുവിൽ ശുശ്രൂഷിച്ചതെന്നും, അല്ലെങ്കിൽ പുതിയ നിയമത്തിന്റെ ഉപദേശം അതിന്റെ ഘടന എന്താണെന്നും
താൻ അവിടെ തന്റെ വാക്കുകളിലൂടെ തന്റെ സംസാരത്തിലൂടെ വെളിപ്പെട്ട് വരുന്നത് നമുക്ക് ഒരു വേദഭാഗത്ത് കാണാം. അതൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ള ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത് എന്തും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ആമേൻ. ആ വേദഭാഗത്തിന്റെ പശ്ചാത്തലം ശ്രദ്ധിക്കുമ്പോൾ, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണീരോടും കൂടെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. സ്തോത്രം. പൗലോസ് എഫെസോസിലെ സഭയിലെ പാസ്റ്റേഴ്സിനെ, മൂപ്പന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് യാത്ര പറയുന്ന സന്ദർഭം നമ്മളവിടെ കാണുന്നത്. പൗലോസ് റോമിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ആ യാത്ര പറച്ചിൽ സമ്മേളനത്തിനകത്ത് അവിടെ സംസാരിക്കുമ്പോൾ ഇനി ഒരിക്കലും ജഡത്തിൽ പൗലോസിന്റെ മുഖം അവര് കാണത്തില്ല എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അതവര് മനസ്സിലാക്കുന്നുമുണ്ട്. അവര് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പൗലോസിനെ യാത്ര അയക്കുന്നതൊക്കെ നമ്മൾ ആ വേദഭാഗത്ത് വായിക്കുമ്പോൾ കാണാം. റോമിലേക്ക് ദൈവത്തിന്റെ നിയോഗത്താൽ താൻ പോകുന്നു. അവിടെ തന്നെ തന്റെ നിര്യാണവും കർത്താവിൽ താൻ നിദ്ര പ്രാപിക്കുമെന്നുള്ള ഉറപ്പും ഒക്കെ പൗലോസിന് മുന്നമേ ഉണ്ടായിരുന്നത് കൊണ്ട് പൗലോസ് വളരെ ആത്മഭാരത്തോടുകൂടെ ആ യാത്രയയപ്പ് യോഗത്തില് സംസാരിക്കുന്നതാണ് അതിന്റെ സന്ദർഭം. കർത്താവിന് സ്തോത്രം. അവിടെ പൗലോസ് പറയുകയാണ്, താന് ആ കാലഘട്ടങ്ങളിൽ അവരോടുകൂടെ ആ പ്രദേശത്ത് ശുശ്രൂഷിച്ചപ്പോൾ താൻ എങ്ങനെയാണ് ശുശ്രൂഷിച്ചത്, താൻ എന്താണ് അവരോട് അറിയിച്ചത്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് പുതിയ നിയമം എന്താണെന്ന് നമുക്ക് ചുരുക്കം വാക്കി 2 പദങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു വേദഭാഗമാണ്. പൗലോസിന്റെ ആ സംഭാഷണത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. താൻ പറയുന്നു, താൻ വളരെ താഴ്മയോടും കണ്ണീരോടും കൂടെ താൻ അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുവാനായിട്ടിടയായിത്തീർന്നു. യഹൂദന്മാരാൽ തനിക്ക് വലിയ പ്രയാസങ്ങളൊക്കെ നേരിട്ടു. അതിന്റെ നടുവിലും വീടുതോറും അല്ലെങ്കിൽ സഭയുടെ യോഗങ്ങളിലെല്ലാം താൻ എന്താണ് അവരോട് ശുശ്രൂഷിച്ചത് എന്ന് താൻ ആ 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. താൻ ഉപദേശിച്ചു എന്ന് പറയുകയാണ്. എന്താണ്? 1, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും 2, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും. പ്രിയപ്പെട്ടവരെ, വളരെ നിങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ബോധപൂർവം വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക. തന്റെ ശുശ്രൂഷയെ 2 പദങ്ങളിലൂടെ പൗലോസ് ചുരുക്കി പറയുകയാണ്. അതെന്താണ് താൻ ശുശ്രൂഷിച്ചത്? 1, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. 2, യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസം. ഇത് 2 ഉൾക്കൊള്ളുന്നതായിരുന്നു പൗലോസിന്റെ സുവിശേഷം. പൗലോസ് ശുശ്രൂഷിച്ചത് ഈ 2 വസ്തുതകളും ഉൾക്കൊള്ളുന്ന സുവിശേഷമാണ്. അത് തന്നെയാണ് പുതിയ നിയമം. പുതിയ നിയമത്തിന്റെ ഉപദേശത്തെ ഈ 2 വാക്കുകളിൽ ചുരുക്കുവാനായിട്ട് കഴിയും. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. നമ്മൾ മനസ്സിലാകേണ്ടതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ ഒരു 500 രൂപയുടെ നോട്ട് കിട്ടിയാൽ അതിന് അവിചാരിതമായിട്ട് ഒരു വശം മാത്രമേ അച്ചടിച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മളത് സ്വീകരിക്കുമോ? നമ്മളത് വേറെ എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് സ്വീകരിക്കുമോ? അത് ഇല്ല. ആ പൈസ എന്തായിരിക്കും? ആ നോട്ട് അസാധുവായിരിക്കും എന്ന് പറയുന്നത് പോലെ 2 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമം. 1, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം നമ്മുടെ രക്ഷകൻ തന്നെ ആരംഭിക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് നമുക്കിവിടെ ആയുസ്സുള്ളിടത്തോളം നാം അതിൽ വളരേണ്ടതാണ്. ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം. ദൈവോന്മുഖമായിട്ട് നാം തിരിഞ്ഞു നടക്കുവാൻ ആരംഭിക്കുകയാണ് വീണ്ടും ജനിച്ച അന്ന് മുതൽ. മാനസാന്തരം എന്ന പദം അത് വിശദമായിട്ട് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ, പ്രത്യേകിച്ച് പത്രോസ് തന്റെ 1ാമത്തെ പ്രസംഗത്തിനകത്ത് മാനസാന്തരപ്പെടുവിനെന്ന് പറയുന്നുണ്ട്. അവിടെ ആ മാനസാന്തരം എന്ന പദം വിശാലമായ ഒരു അർത്ഥത്തിലാണ് അവിടെ പറയപ്പെടുന്നത്. 1, വിശ്വാസ സംബന്ധമായ മാനസാന്തരവും കൂടി.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസ സംബന്ധമായ സത്യത്തെ കുറിച്ചുള്ള ബോധ്യവും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളിൽ നിന്ന് തിരിഞ്ഞ് സത്യമാർഗത്തിലേക്ക് ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു നടക്കുന്ന ആ ഒരു വിശാലമായ അർത്ഥം കൂടെയുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ മാനസാന്തരപ്പെടേണ്ട ഓരോ കാര്യത്തിൽ നിന്നും നാം തിരിഞ്ഞ് ദൈവോന്മുഖമായിട്ട് ദൈവത്തിങ്കലേക്ക് നടക്കുക എന്നുള്ള, അഥവാ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ, സ്തോത്രം, സംഭവിക്കേണ്ടുന്ന മാറ്റങ്ങൾ, അത് രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ ആ വെളിപ്പാട് നമ്മിലേക്ക് വന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന അന്ന് മുതൽ നമ്മുടെ ജീവിതം ഈ ലോകത്ത് തീരുന്ന എന്നാണോ, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് ആയുസ് തന്ന ആ നാൾ വരെയും നാം മുന്നേറേണ്ടുന്ന നടക്കേണ്ടുന്ന ഒരു പാതയാണ് മാനസാന്തരത്തിന്റെ പാത. അത് ദൈവത്തിങ്കലേക്ക് നടക്കുകയാ, ദൈവത്തിന്റെ ഇഷ്ടങ്ങളിലേക്ക് നടക്കുകയാ, ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നടക്കുന്നതാണത്. സ്തോത്രം. രണ്ടാമത് പൗലോസ് ഒരു കാര്യം പറഞ്ഞു. ഒന്ന്, ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം. രണ്ട്, യേശുക്രിസ്തുവിങ്കലെ വിശ്വാസം. ഈ നടപ്പ്, ദൈവത്തിങ്കലേക്കുള്ള ഈ മാനസാന്തരം എവിടുന്ന് ആരംഭിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം. അതിനെ നാം കൈവശമാക്കുന്ന അന്ന് മുതലാണ്. എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാവുന്ന കാര്യമാണ്. കർത്താവിന് സ്തോത്രം, നാം പാപികളാണെന്നുള്ള ആ യാഥാർത്ഥ്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. നാം പാപികളായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മേൽ ഒരു ശിക്ഷാവിധി ഉണ്ടെന്നും നാം ആ അവസ്ഥയിൽ നഷ്ടപ്പെട്ടു പോയാൽ അഥവാ നാം മരിച്ചു പോയാൽ നമ്മുടെ മേലുള്ള ശിക്ഷാവിധിയും നമ്മുടെ മുമ്പിലുള്ള യാത്രയും ദൈവത്തെ വിട്ട് നിത്യനാശത്തിലേക്ക്, നിത്യ നരകത്തിലേക്കുള്ളതാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യബോധം, നാം നിത്യമായ ശിക്ഷാവിധിക്ക് വേണ്ടി ഒരു പാപി എന്നുള്ള നിലയിൽ വിധിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണെന്നുള്ള ആ തിരിച്ചറിവ്. എന്നാൽ കർത്താവ് തന്റെ കൃപയാൽ, തന്റെ നിത്യമായ സ്നേഹത്താൽ നമ്മെ രക്ഷിക്കുവാൻ അവൻ പദ്ധതി ഇട്ടതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ യാഗത്താൽ നമുക്ക് വേണ്ടി അവൻ പരിഹാരവും പ്രായശ്ചിത്തവും തന്റെ യാഗത്തിലൂടെ വരുത്തുക നിമിത്തം നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന നരകശിക്ഷ, നരകവിധി നമുക്ക് മാറി എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ആ നരകശിക്ഷ മാറത്തക്കവണ്ണം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് പരിഹാരം ഉണ്ടാക്കി, അവൻ പ്രായശ്ചിത്തം ചെയ്തു എന്നുള്ള ആ വെളിപ്പാട് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാനായിട്ട് സ്തോത്രം. അതാണ് നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഹല്ലേലൂയ വാഗോട്ട് ഏറ്റുപറയുവാനായിട്ട് ഇടയായി തീരുന്ന യാഥാർത്ഥ്യം. അതാണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മുടെ മാനസാന്തരവും നമ്മുടെ വിശ്വാസ ജീവിതവും ഒക്കെ ഒരേ സെക്കൻഡിൽ ആരംഭിക്കുകയാണ്. ആ വെളിപ്പാട് നമ്മിലേക്ക് വരുന്നു. കൃപയാൽ ഹല്ലേലൂയ വിശ്വസിക്കാൻ തക്കവണ്ണം നമ്മുടെ അകത്തെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടികളെ കർത്താവ് തുറന്നു തരുന്നു. നാം അവിടെ വീണ്ടും ജനിക്കുന്നു. നാം പുതു മനുഷ്യനായി തീരുന്നു. നാം ദൈവ പൈതലായി തീരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാചകം ഇങ്ങനെയാ ദൈവവചനം പറയുന്നത്, നാം നീതീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പദത്തിന്റെ അർത്ഥം? നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോടതിയുടെ പ്രയോഗമാണ് നീതീകരിക്കപ്പെടുക. കാരണം ഒരു കോടതിയുടെ മുമ്പാകെ കുറ്റവാളിയായി കണക്കാക്കപ്പെടുന്ന വ്യക്തി, അയാൾ കുറ്റവാളി അല്ല എന്ന് ഉള്ള ഒരു വിധി വരുമ്പോൾ വാസ്തവത്തിൽ അയാളെ ആ കോടതി എന്ത് ചെയ്യുക? കുറ്റവിമുക്തനാക്കുകയും ചെയ്യുക. അതിന്റെ മറ്റൊരു പ്രയോഗമാണ് നീതീകരിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ആ ദൈവ കോടതിയുടെ മുമ്പാകെ പരിശുദ്ധനായ ദൈവത്തിന്റെ, നീതിമാനായ ദൈവത്തിന്റെ നീതിയുടെ മുമ്പാകെ നാം എല്ലാവരും കുറ്റക്കാരായിരുന്നു. നാം എല്ലാവരും പാപികളാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ മേലൊരു വിധി ഉണ്ടായിരുന്നു. പാപത്തിന്റെ ശമ്പളം മരണം. ആ മരണം എന്താണെന്ന് നമുക്ക് അറിയാവുന്നവരാണ്. സ്തോത്രം. ഇവിടെ നമ്മുടെ ശരീരത്തിലുള്ള ആ മരണമല്ലല്ലോ അത്, മറിച്ച് മരണം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് വേർപാട്.
അതാ ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ആത്യന്തികമായ മരണം എന്ന് പറയുന്നത് ആത്യന്തികമായി സംഭവിക്കുന്ന ഒരു വേർപാടാണ്. അത് ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന വേർപാടാണ്? സൃഷ്ടാവിനെ വിട്ട്, ദൈവത്തെ വിട്ട്, പരിശുദ്ധനായ ദൈവത്തെ വിട്ട് വേർപെട്ട് നിത്യനാശത്തിലേക്ക്, നിത്യമായ നരകത്തിലേക്ക് പതിക്കുന്ന ആ അവസ്ഥയുടെ പേരാണ് മരണം, വേർപാട്. അതിനു മുമ്പ് സാമ്പിളായി ശാരീരികമായ വേർപാട് സംഭവിക്കും, അല്ലെ? കർത്താവ് വന്നില്ല എങ്കിൽ അത് നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിന്റെയും വേർപെടും. അതിന് നമ്മളിവിടെ മരണമെന്ന് വിളിക്കുന്നു. അപ്പോൾ ആ മരണം, രണ്ടാമത്തെ മരണമായിരുന്നു നമ്മുടെ മേലുള്ള ശിക്ഷാവിധി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം ദൈവകോടതിയുടെ മുമ്പാകെ കുറ്റക്കാരായിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട്, അത് കാണത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തെ തുറന്നതുകൊണ്ട്, അത് നമുക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വെളിപ്പാടിനാൽ നൽകിയതുകൊണ്ട്, അത് കൃപയാൽ സംഭവിച്ചതാണ്. ഹല്ലേലൂയ. ആ യാഥാർത്ഥ്യ ബോധം നമ്മിലേക്ക് വന്നപ്പോൾ, ആ വെളിപ്പാട് നമ്മിലേക്ക് വന്നപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കി: ഞാൻ പാപിയാണ്, എന്റെ മേലുള്ളത് ശിക്ഷാവിധിയാണ്, നിത്യ നരകത്തിന് വേണ്ടിയിട്ടുള്ള വിധിയാണ്. എന്നാൽ ഞാൻ അങ്ങോട്ട് പോകാതിരിക്കേണ്ടതിന് വേണ്ടി എന്നെ സ്നേഹിക്കുന്ന ദൈവം, എന്നെ മുന്നമേ അറിഞ്ഞ ദൈവം എനിക്ക് വേണ്ടി ഹല്ലേലൂയ തന്റെ പുത്രനെ യാഗമാക്കി തീർത്തു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി, നമ്മുടെ പാപത്തിന് വേണ്ടി പ്രായശ്ചിത്തമായി, അവൻ പരിഹാരമായി തീർന്നു എന്നുള്ള ആ യാഥാർത്ഥ്യ ബോധം നമ്മിലേക്ക് കടന്നു വന്നു. സ്തോത്രം. അതിനെ നാം മുറുകെ പിടിക്കുവാനായിട്ടിടയായിത്തീർന്നു, അതിനെ നാം ഏറ്റുപറയുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ദൈവ കോടതിയുടെ മുമ്പാകെ നടന്ന ഒരു പ്രക്രിയയാണ് നമ്മെ എന്ത് ചെയ്തു? നീതീകരിച്ചു എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ എന്താ അതിന്റെ അർത്ഥം? നമ്മളെ കുറ്റവിമുക്തരാക്കി. ഹല്ലേലൂയ. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തിനെ നടുവിൽ നിന്ന് നീക്കിക്കളാം. ഹല്ലേലൂയ. ദൈവ കോടതിയുടെ മുമ്പാകെ, ദൈവത്തിന്റെ നീതിയുടെ മുമ്പാകെ നാം നിൽക്കുമ്പോൾ നമ്മുടെയും ദൈവത്തിന്റെയും നടുവിൽ തൂങ്ങിക്കിടന്ന ഒരു വിധിയുണ്ട്: പാപി, കുറ്റവാളി എന്ന്, നിത്യമായ നരകത്തിന് യോഗ്യൻ എന്നുള്ള ആ വിധി. സ്തോത്രം. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവിന്റെ രക്തം മൂലം ആ വിധിയാണ് നമുക്ക് നമ്മുടെ നടുവിൽ നിന്ന് മാറിപ്പോയത്. ഹല്ലേലൂയ. ആ വിധി മാറിയിട്ട് മറ്റൊന്ന് അവിടെ തെളിഞ്ഞു: ദൈവത്തിന്റെ പൈതൽ എന്നുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ പേരിന്റെ നേരെ കുറ്റവാളി, നിത്യ നരകത്തിന് യോഗ്യൻ എന്നതിന്റെ ആ ഭാഗം മാറിപ്പോയിട്ട് അവിടെ തെളിഞ്ഞു വന്നത്, ദൈവ കോടതിയുടെ മുമ്പാകെ തെളിഞ്ഞു വന്നത് ദൈവത്തിന്റെ പൈതൽ, വീണ്ടും ജനിക്കപ്പെട്ട വ്യക്തി, നിത്യജീവൻ അവകാശിയാക്കി തീർന്ന വ്യക്തി എന്നുള്ള, അതാണ് നമ്മുടെ പേരിന്റെ നേരെ എഴുതപ്പെടുന്നത്. ഹല്ലേലൂയ. മാത്രമല്ല നാം ദൈവ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെടുകയാണ്. സ്തോത്രം. അതെങ്ങനെയാ സാധിച്ചത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. അപ്പൊ പൗലോസ് എന്താണ് ശുശ്രൂഷിച്ചത്? യേശു ക്രിസ്തുവിലെ വിശ്വാസവും ദൈവത്തിലേക്കുള്ള മനസ്സമ്മതവും. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമ്മുടെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നു. നാം വീണ്ടും ജനിക്കപ്പെടുന്നു. ദൈവിക കോടതികളുടെ മുമ്പാകെ കുറ്റവിമുക്തരാക്കപ്പെടുന്നു. നമ്മുടെ പേരിന്റെ നേരെ മകൻ, മകൾ എന്നുള്ള ആ ദൈവിക കോടതിയുടെ വിധി അവിടെ എഴുതി ചേർക്കപ്പെടുന്നു. അതോടുകൂടി അവകാശി എന്ന് അവിടെ എഴുതി ചേർക്കപ്പെടുന്നു. പുത്രത്വം നമുക്ക് അവിടെ ലഭിക്കുന്നു. സ്തോത്രം. ദൈവാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആത്മനിവാസം നമുക്കുണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അച്ചാരമായി നമുക്ക് നൽകുന്ന നിമിഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പിന്റെ മുദ്രയായി പരിശുദ്ധാത്മ നിവാസം നമുക്കുണ്ടാകുന്ന നിമിഷം. അതിനുശേഷം പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്ന അനുഭവമുണ്ട്, പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുന്ന അനുഭവമുണ്ട്. അങ്ങനെയുള്ള രണ്ടാമതായിട്ടുള്ള അനുഭവങ്ങൾ നാം പ്രാപിച്ചെടുക്കുന്നതാണ്. എന്നാൽ രക്ഷയെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പിന്റെ ഉറപ്പായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മെ എന്ത് ചെയ്യുന്നു? മുദ്രയിടപ്പെടുന്നു. പരിശുദ്ധാത്മാവിനെ മുദ്രയിടുന്നു. ആത്മനിവാസം നമ്മിലേക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചത് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെയാണെന്ന് അവിടെ കാണുന്നത്. ആത്മാവിനെ പ്രാപിച്ചത് ഗലാത്യ ലേഖനത്തിനകത്തുണ്ട്. സ്തോത്രം. വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലല്ലയോ. സ്തോത്രം.
നമ്മൾ ആ കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. നാം വാസ്തവമായി വീണ്ടും ജനിച്ചിരിക്കുന്നു എങ്കിൽ ആത്മനിവാസമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധാത്മാവ് നാം നമ്മിലുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ ഗ്രഹിക്കണം. നാം ആ സമയം തന്നെ എന്തായിത്തീർന്നു? ദൈവത്തിന്റെ മക്കളായി എന്നുള്ള അതല്ലാതെ മറ്റൊരു ഭാഷ്യമുണ്ട്, ദൈവത്തിന്റെ മന്ദിരമായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമായി മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ മാനസാന്തരം ആ സെക്കൻഡിൽ ആരംഭിക്കുന്നതാ. കാരണം ദൈവത്തിന്റെ മന്ദിരത്തിന്റെ വിശുദ്ധി സൂക്ഷിക്കപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണെന്ന് പഴയ നിയമ പശ്ചാത്തലത്തിൽ നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമായി മാറ്റപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെയായിട്ടാ? നമ്മുടെ വീണ്ടെടുപ്പിന്റെ ഉറപ്പെന്നുള്ള നിലയിൽ നമ്മെ ദൈവം വിലയ്ക്ക് വാങ്ങി എന്നുള്ള ആ ടോക്കണായിട്ട് നമുക്ക് ലഭിക്കപ്പെടുന്നത് എന്താ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നമുക്ക് തരുന്നു. പരിശുദ്ധാത്മാവിനെ നാം മുദ്രയിടപ്പെടുന്നു. അതിനുശേഷമോ അല്ലെങ്കിൽ ആ നിമിഷമോ ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ മറ്റു നിലകളിൽ വരികയും പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുകയും പരിശുദ്ധാത്മാവ് താൻ ഇച്ഛിക്കും പോലെ ഓരോരുത്തര് അതാത് വരങ്ങൾ പകുത്തു നൽകുന്ന ആ അനുഭവങ്ങളൊക്കെ ഉണ്ട്. സ്തോത്രം. എങ്കിലും ഞാൻ പറഞ്ഞത് പ്രാരംഭമായ അനുഭവം, രക്ഷിക്കപ്പെടുന്ന അനുഭവം, അഥവാ ദൈവകോടതിയുടെ മുമ്പാകെ കുറ്റവിമുക്തരാക്കപ്പെടുന്ന അനുഭവം. ഇത്രയും വിശദമായിട്ട് പറഞ്ഞെന്താ? യേശുക്രിസ്തുവിങ്കലെ വിശ്വാസം എന്ന് പറയുമ്പോൾ ആ വിശ്വാസത്താൽ എന്ത് നടന്നിരിക്കുന്നു എന്നതിന്റെ ഒരു ചുരുക്കമാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. അവിടെ മുതൽ ദൈവത്തിലേക്കുള്ള മാനസാന്തരം ആരംഭിക്കുക. എന്തിനാണ് മാനസാന്തരത്തിന്റെ ആവശ്യകത? കാരണം നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് താൻ ദൈവം ആരാണ്? ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മൾ എന്തായി തീരണം? വിശുദ്ധരായിരിക്കുവാനാണ്. നമ്മെ വിളിച്ച വിളിയെ കുറിച്ച് മറ്റൊരു ഭാഷ്യം ഇങ്ങനെയാണ് പറയുന്നത്: തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ആ പ്രക്രിയ ആരംഭിക്കുകയാണ്. നാം നമ്മുടെ അകത്ത് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതുമനുഷ്യനുണ്ടായി രക്ഷിക്കപ്പെട്ടപ്പോൾ. എന്ന് വെച്ചാൽ എന്താ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ കർത്താവായ യേശുവിന് അനുരൂപമായിട്ടാണ്, യേശുവിന്റെ മനുഷ്യത്വമാണ് നമ്മിലേക്ക് വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നത്. നാം ആത്മാവിനാൽ ജനിക്കുന്നത് ആരുടെ രൂപത്തിലാണ്? കർത്താവായ യേശുവിന്റെ രൂപത്തിലാണ് ജനിക്കുന്നത്. സ്തോത്രം. അവന്റെ മനുഷ്യത്വത്തിലേക്കുള്ള ഒരു വിളിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവൻ മാത്രമാണ് ഏക മനുഷ്യൻ. അവൻ മാത്രമാണ് പരിപൂർണ മനുഷ്യൻ. അവൻ മാത്രമാണ് തികവുള്ള മനുഷ്യൻ. നമ്മളൊക്കെ എങ്ങനെയാണോ? നമ്മളൊക്കെ വീട് പോയവരാ. നമ്മളൊക്കെ അപൂർണ മനുഷ്യരാണ്. ആദമും ഹൗവയും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവരെ ആ നിലകളിൽ സൃഷ്ടിച്ചിരുന്നു. എന്നാൽ അവിടെ വീഴ്ച പറ്റിയപ്പോൾ അവരിലുണ്ടായിരുന്ന സകല ജനതകൾക്കും എന്ത് സംഭവിച്ചു? വിരൂപത്വം സംഭവിച്ചു. പാപത്താൽ വിരൂപരായി തീർന്നു. പാപത്താൽ പരിണാമം വാസ്തവത്തിൽ സംഭവിച്ചു. ആ പരിണാമം നമ്മൾ ഓരോ കാലഘട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ട് ആ ലോകത്തിൽ നിന്ന് വിവിധ തരത്തിലുള്ള ആളുകളെ കാണാനായിട്ട് കഴിയുന്നു. കറുത്തവരും വെളുത്തവരും മഞ്ഞ ഒക്കെ വാസ്തവത്തിൽ ഇതൊക്കെ ഒരു പരിണാമം തന്നെയാ. ഡാർവിൻ പറയുന്ന പരിണാമം അല്ല. സ്തോത്രം. ആ പുള്ളിയുടെ പരിണാമം വിവരക്കേടിന്റെ പരിണാമമാണ്. എന്നാൽ അങ്ങനെയല്ല. പരിണാമം എന്നതോട് ഉദ്ദേശിച്ചത് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പാപം നിമിത്തം വാസ്തവത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ജനതകളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രകൃതത്തിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദാമിന്റെയും ഹവ്വയുടെയും മക്കൾ ഈ തരത്തിൽ വിവിധ നിലകളിലായി പോയത്. പിന്നീട് നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിയുമ്പോൾ നോഹയ്ക്ക് ശേഷം അല്ലെ, നോഹയുടെ 3 പുത്രന്മാര്, അവരിൽ തന്നെ പാപത്തിന്റെ ആ പ്രവൃത്തികളൊക്കെ ഉളവായതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതനുസരിച്ചും വ്യതിയാനങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യനിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞാനത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ പൗലോസ് പറയുകയാണ്, താൻ കണ്ണുനീരോടുകൂടെ, താൻ വളരെ ആത്മഭാരത്തോടുകൂടെ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അവരുടെ നടുവിൽ ശുശ്രൂഷിച്ചത് 2 കാര്യങ്ങളാണ്. പുതിയ നിയമം മുഴുവൻ ഉൾക്കൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിനെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് രണ്ടും ഒരുപോലെ ഉള്ളതാണ്
സത്യസുവിശേഷം, നിർമ്മല സുവിശേഷം. ഹല്ലേലൂയ. അത് ഒന്ന് കളഞ്ഞിട്ടുള്ളതല്ല. ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ അത് അസാധുവാണ്. അത് പലപ്പോഴും മറ്റൊരു സുവിശേഷമായി മാറ്റപ്പെടും, മറ്റൊരു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായി തീരും. പൗലോസ് തന്നെ പറയുന്നുണ്ട്, അങ്ങനെയുള്ളത് യഥാർത്ഥത്തിൽ സുവിശേഷമേ അല്ല, അത് ക്രിസ്തുവേ അല്ല. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവസഭ വീട്ടിൽ ജനിച്ച നമ്മൾ ഓരോരുത്തരും ഉപദേശത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. പലപ്പോഴും ഉപദേശത്തിൽ നിലനിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറെ തിയോളജികളെ കുറിച്ചൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, തിയോളജിയൊക്കെ പഠനത്തോടുള്ള ബന്ധത്തിൽ ക്രമീകൃതമായി രൂപപ്പെടുത്തിയ ഒരു സംവിധാനമെന്നേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തെ ക്രമീകൃതമായി ബൗദ്ധികമായിട്ട് അതിനെ സമീപിക്കുമ്പോൾ അത് ക്രമീകൃതമായി രൂപപ്പെട്ടു വന്നപ്പോൾ അതിനെ തിയോളജി എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. മറിച്ച് ദൈവിക വെളിപ്പാടുകൾ അത് ക്രമീകൃതമായിട്ടോ ചിന്തിച്ചതയോ ഏത് നിലകളിൽ തന്നെ നാം ധ്യാനിച്ചാലും പഠിച്ചാലും വെളിപ്പാടിനാൽ നാം പണിയപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മുടെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തുവാണ് നമ്മുടെ അടിസ്ഥാനം. ക്രിസ്തു എന്ന അടിസ്ഥാനം ഉപദേശത്തിന്മേലുള്ളതാണ്. ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക വെളിപ്പാടുകളുടെ ആ ആകത്തുകയാണ് അവിടെ പറയുന്നത്. ദൈവം വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ ആ മാർഗം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതികൾ അത് അപ്രകാരം തന്നെ ഗ്രഹിക്കേണ്ടതെന്ന് ഏറ്റവും ആവശ്യമാണ്. അത് പൗലോസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങള് പൗലോസ് അവരുടെ ഇടയിൽ അവരോട് സംസാരിച്ച് വരുമ്പോൾ അതിന്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. 29-30 വാക്യങ്ങളൊന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 29-30. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. വളരെ ആത്മഭാരത്തോടുകൂടെ പൗലോസ് ആ പാസ്റ്റേഴ്സിനോട്, മൂപ്പന്മാരോട് സംസാരിക്കുന്ന അവിടെ കാണുന്നേ. തന്റെ ഹൃദയത്തിന്റെ ഭാരം, സ്തോത്രം, താൻ കർത്താവിനാൽ അധ്വാനിച്ച അധ്വാനം നഷ്ടപ്പെട്ടു പോകരുത്. സഭ പിശാചിനാൽ പിടിക്കപ്പെടരുത്. ഉപദേശത്തിൽ നിന്ന് സഭയെ പിശാച് തെറ്റിച്ചു കളയരുതെന്ന് വളരെ വലിയ ആത്മഭാരം പൗലോസിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉപദേശത്തിൽ നിന്നും വ്യതിചലിക്കപ്പെട്ടു പോയാൽ എവിടെ നിന്നാണ് വ്യതിചലിക്കപ്പെടുന്നത് അറിയാമോ? ക്രിസ്തുവിൽ നിന്നാണ്. സാത്താൻ വലിയൊരു ഉദ്ദേശമുള്ളത് നമ്മെ ക്രിസ്തുവിൽ നിന്ന് വലിച്ചിറക്കുക എന്നുള്ളതാണ് സാത്താന്റെ ഒരു ശ്രമം. കർത്താവിന്റെ കൃപയാൽ കർത്താവ് അനുവദിക്കുന്നില്ല എങ്കിലും സ്തോത്രം, എന്റെ കൈകളിൽ നിന്ന് നിങ്ങളെ ആർക്കും പിടിച്ചു വലിക്കുവാനായിട്ട് കഴിയുകയില്ലെന്ന് കർത്താവ് പറയുന്നുണ്ട്. അത് നമ്മളുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വിശ്വസ്തത, നമുക്കുള്ള ഉറപ്പ്. പക്ഷേ സാത്താൻ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നാം ബോധമുള്ളവരായിരിക്കണം, നാം തിരിച്ചറിവുള്ളവരായിരിക്കണം. സാത്താന് എപ്പോഴും ക്രിസ്തുവിൽ നിന്ന് നമ്മെ പുറത്താക്കുക എന്നുള്ളതാണ് സാത്താന്റെ ഉദ്ദേശം. അതെങ്ങനെയാണ്? ഉപദേശങ്ങളുടെ വ്യതിയാനത്തിലൂടെയാണ്. ആത്മീയമെന്ന് തോന്നുന്ന, സത്യമെന്ന് തോന്നുന്ന, നിർമ്മലമെന്ന് തോന്നുന്നത് കാഴ്ചയിലും കേൾവിയിലും അങ്ങനെ തോന്നും. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിനകത്ത് വലിയ നുണകളും ചതികളും ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ച് പൗലോസിന് വളരെ വലിയ ആത്മഭാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ആത്മഭാരത്തോടെ പറയുന്നത്. 29 മുതൽ പറയുക, ഞാൻ പോയ ശേഷം 3 വർഷം താൻ അവരോട് കൂടെ ആയിരുന്നു, അവരുടെ നടുവിൽ ശുശ്രൂഷിച്ചു, അവരെ വചനം പഠിപ്പിച്ചു, താൻ കഷ്ടത അനുഭവിച്ചു. അവരുടെ നടുവിലായിരുന്നത് എങ്ങനെയാ? വളരെ കണ്ണുനീരോടുകൂടെ. സ്തോത്രം. 31 വാക്യത്തിനകത്ത് പറയുന്നത് കണ്ടോ? ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും എന്തു പറഞ്ഞു? അവരെ ഉപദേശിച്ചു. ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ ഉപദേശം, അതിന്റെ ഘടന നമ്മുടെ ആത്മാവിൽ മുദ്രയായി പതിയണം പ്രിയപ്പെട്ടവരെ. അല്ലെങ്കിൽ പിശാച് നമ്മെ
സ്ഥിരപ്പെടുത്തും. പലപ്പോഴും ദൈവസഭകളുടെ നടുവിൽ ഒരു ചോദ്യം ചോദിച്ചാൽ പലർക്കും വ്യക്തമായ ഒരു ഉത്തരമില്ലാത്ത ഒരു കാര്യമാണ്, ഇപ്പൊ കർത്താവ് വന്നു കഴിഞ്ഞാൽ എടുക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരും കൈവക്കുകയോ ഉത്തരം പറയുകയോ വേണ്ട. ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ആ ഉത്തരം പറയുക, അപ്പൊ കർത്താവ് വന്നു കഴിഞ്ഞാൽ എടുക്കപ്പെടുമോ, ഇപ്പൊ കർത്താവ് വന്നു കഴിഞ്ഞാൽ എടുക്കപ്പെടുമോ? എടുക്കപ്പെടും എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ എന്തുകൊണ്ട് എടുക്കപ്പെടത്തില്ലെന്ന് ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? അങ്ങനെ ആർക്കും കാണില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷെ ചിലർക്ക് എടുക്കപ്പെടുമോ ഇല്ലയോ, കർത്താവേ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നിലേക്ക് നോക്കിയാൽ ഹല്ലേലൂയ അല്ലെ. ചിലപ്പം നിങ്ങൾക്ക് വാക്യം തെറ്റുപറ്റിയിട്ടുണ്ടാവും, നിങ്ങളുടെ മനോഭാവത്തിലോ പെരുമാറ്റത്തിലോ ഇടപാടുകളിലോ ഒക്കെ ചിലപ്പം ഒരുപക്ഷെ തെറ്റുകളും കുറവുകളും പറ്റിയിട്ടുണ്ടാവും. പെട്ടെന്ന് അതിലേക്ക് നോക്കുമ്പോൾ ഒന്ന് ഭ്രമിച്ചു, അയ്യോ എനിക്ക് കുറവുണ്ട്, എനിക്ക് പോരായ്മയുണ്ട്, ഇപ്പൊ എന്റെ കർത്താവ് വന്നാൽ ഞാൻ കൈവിടപ്പെട്ടു പോകുമോ എന്ന് ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്കേ ആ ഒരു ബുദ്ധിമുട്ടുള്ളൂ. സ്തോത്രം. അവർക്കാണ് ആ ഒരു പലപ്പോഴും ആ സംശയമുള്ളത്. വിശ്വാസത്തിൽ വളർന്നവർക്ക് അല്ലെങ്കിൽ ദൈവിക വെളിപ്പാടിൽ ഉറച്ചവർക്ക് ഉള്ള ഒരു ബോധ്യമാണ് കർത്താവ് എടുക്കപ്പെടുവോ ഇല്ലയോ എന്നുള്ളത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മിലേക്ക് നോക്കുമ്പോൾ പല പാളിച്ചകൾ നമ്മൾ കാണും. പക്ഷേ അതിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നതിന് ഉറപ്പിരിക്കുന്നത്. നാം വായിച്ച വേദഭാഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, ഇന്ന് പ്രവേശിക്കാൻ കഴിയുകയുമില്ല. എങ്കിലും 1-ാമത്തെ ഖണ്ഡികയുടെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. വചനം നമ്മളോട് പറയുകയാണ്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നിങ്ങളും അല്ലെങ്കിൽ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഭാഗത്ത് നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്. ആ ഉറപ്പ് നമുക്കുണ്ടാകുന്നത് യേശു ക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താലാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ചുരുക്കം ഇപ്പോൾ പറഞ്ഞു വിടാൻ കാരണം അത് നാം പരാമർശിച്ചു പോയല്ലോ. അതുകൊണ്ട് അതായത് നമ്മുടെ കർത്താവിന്റെ യാഗം മൂലം നമുക്ക് എന്ത് സംഭവിച്ചു? ഞാൻ ആദ്യം പറഞ്ഞു, ദൈവിക കോടതിയുടെ മുമ്പാകെ നാം എന്ത് ചെയ്യപ്പെട്ടു? കുറ്റവിമുക്തരാക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നു. അവന്റെ രക്തം നമുക്ക് പരിഹാരമായി തീർന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചു. എബ്രായർ 1:3. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ. ക്രിസ്തു ആരാണെന്ന് ലേഖനകർത്താവ് എഴുതി തെളിയിച്ച് മുന്നോട്ട് പോകുമ്പോൾ പറയുന്ന കാര്യമാണ്. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷിതാവ് മശിഹ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം. ആമേൻ. പിന്നീടുള്ള കാര്യം നമുക്കറിയാം. അവൻ എന്ത് ചെയ്തു? ഉയരത്തിൽ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു? മഹിമയുടെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അതേ ലേഖനം നമ്മളോട് പറയുന്നുണ്ട്, അവന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ദൈവ കോടതിയുടെ മുമ്പാകെ, ദൈവത്തിന്റെ നീതിബോധത്തിന്റെ മുമ്പാകെ, ദൈവത്തിന്റെ ന്യായവിധികൾക്ക് മുമ്പാകെ കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഹാബേലിന്റെ രക്തത്തെക്കാൾ വ്യത്യസ്തമായി നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്നു.
ഹാബേലിന്റെ രക്തം വാസ്തവത്തിൽ എന്താണ് ദൈവസന്നിധിയിൽ ചെയ്തത്? ദൈവമേ, എന്റെ സഹോദരൻ എന്നോട് എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. സ്തോത്രം. ഹാബേലിന്റെ രക്തം, അതുകൊണ്ട് എനിക്ക് നീതി പാലിച്ചു തരണം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് ആ മാനുഷിക രക്തത്തിന്റെ ആ ഉൾവിളി എന്താണ്? നീതി പാലിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ സഹോദരൻ ശിക്ഷയ്ക്ക് യോഗ്യനാണെന്നല്ലേ സ്വാഭാവികമായിട്ട് ആ രക്തം പറയുന്നതിന്റെ അർത്ഥം. സ്തോത്രം. ഞാൻ അങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. എന്നാൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹാബേലിന്റെ രക്തം സംസാരിക്കുന്നത് പോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംസാരിക്കുകയാണ്. എന്റെ രക്തം ചൊരിയപ്പെട്ടത് ഈ നിൽക്കുന്ന ഈ മകന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ടാ പിതാവേ. അതുകൊണ്ട് അവിടുന്ന് ഇവനോട് ക്ഷമിക്കണം, ഇവളോട് ക്ഷമിക്കണമെന്നാണ് കർത്താവിന്റെ രക്തം നമുക്ക് വേണ്ടി ദൈവിക കോടതികളുടെ മുമ്പാകെ സംസാരിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് പൗലോസ് അവരെ പഠിപ്പിച്ച ഒരു കാര്യം. യേശുക്രിസ്തുവിന്റെ വിശ്വാസം ഇപ്പോഴും പറഞ്ഞത്. ഹല്ലേലൂയ. അതിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം ആത്മാവിൽ നമ്മെ ഭരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അറിവുണ്ടോ എന്നല്ല ചോദിച്ചത്. കാരണം അറിവില്ല പിന്നെ ഇവിടെ ഇരിക്കുവോ? അങ്ങനല്ല, മറിച്ച് ആ വെളിപ്പാട് ഇപ്പോഴും ആത്മാവിൽ ജ്വലിക്കുന്നുണ്ടോ? ആ വെളിപ്പാട് ഇപ്പോഴും നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നാം അങ്കി അലക്കി വെളുപ്പിക്കുന്നത്, ഹല്ലേലൂയ, നാം കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മെ തന്നെ കഴുകുക എന്നൊക്കെ പറയുന്ന ആ പ്രയോഗമുണ്ടല്ലോ, നമ്മുടെ ശുദ്ധീകരണത്തിന്റെ ആ പ്രക്രിയ, അത് ഈ വെളിപ്പാടിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ടാ യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന വക്കീൽ, നമുക്ക് അഡ്വക്കേറ്റ്, നമുക്ക് വേണ്ടി പിതാവിന്റെ അടുക്കലുണ്ട്. മലയാളത്തിൽ ആ പദം നമുക്ക് വായിക്കുമ്പോ ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം കാര്യസ്ഥൻ എന്നുള്ള പദം നമ്മളെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന പശ്ചാത്തലം എന്താ? ഒരു വലിയ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്നത്. മലയാളത്തിലെ കാര്യസ്ഥൻ എന്നുള്ള പദം പ്രാഥമികമായിട്ട് അർത്ഥം കൊടുക്കുന്നത് അങ്ങനെ. മറിച്ച് ഇംഗ്ലീഷിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് എന്ന് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവിക കോടതിയുടെ മുമ്പാകെ, ദൈവിക സിംഹാസനത്തിന്റെ മുമ്പാകെ, ദൈവത്തിന്റെ നീതിബോധത്തിന്റെ മുമ്പാകെ നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. നമ്മുടെ കേസിന് വേണ്ടി ഓരോ ദിവസവും നമ്മുടെ കേസ് ഏറ്റെടുത്ത് സംസാരിച്ച് നമുക്ക് ജയം നൽകുന്ന അഡ്വക്കേറ്റ് ഉണ്ട്. ആ അഡ്വക്കേറ്റ് വാദിക്കുന്ന കേസ് ജയിക്കുവോ ഇല്ലയോ എന്നുള്ള സംശയമൊന്നുമില്ല. ഇനി കുറച്ച് കഴിഞ്ഞാലാണ് ജയിക്കുവോ ഇല്ലയോ എന്നുള്ള അറിയാൻ പറ്റുമോ എന്നുള്ള ആ ഒരു അവിടെ അനിശ്ചിതാവസ്ഥയൊന്നുമില്ല. കാരണം ആ അഡ്വക്കേറ്റ് കേസ് ജയിച്ചിട്ടാ വെക്കുന്നത്. കാരണം എന്താ? ആ കേസ് ജയിക്കാൻ വേണ്ടിയതെല്ലാം എന്ത് ചെയ്തിട്ടാണ് ആ അഡ്വക്കേറ്റ് അവിടെ നിൽക്കുന്നത്? വേണ്ടതെല്ലാം ചെയ്തിട്ട് അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലും അവൻ അപ്പം തന്നെ തിരിച്ചറിയുക, യേശുക്രിസ്തു എന്ന നീതിമാനായ അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി ദൈവ കോടതിയുടെ മുമ്പാകെ ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് ആ കേസ് ജയിക്കുമെന്നതിന്റെ ഉറപ്പ് തൊട്ടടുത്ത് പറയുകയാണ്. എന്തുകൊണ്ട് ജയിക്കും? അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ഈ അഡ്വക്കേറ്റ് അവിടെ കേറി നിന്ന് വാദിക്കുന്നത് ആ തെറ്റിന് പ്രായശ്ചിത്തം കഴിച്ചതിന് ശേഷമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കോടതിയുടെ മുമ്പാകെ ജയം നമുക്ക് ഉറപ്പാ. ഒറ്റ കാര്യമുള്ളൂ, ആ അഡ്വക്കേറ്റിൽ ആശ്രയിക്കുക, ആ വക്കീലിൽ ആശ്രയിക്കുക, അവനെ കേസ് ഏൽപ്പിക്കുക. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വിശ്വാസം. പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിന്റെ വിശ്വാസവും
നിങ്ങളോട് വീട് തോറും അറിയിച്ചു, ആത്മഭാരത്തോടെ അറിയിച്ചു, കണ്ണുനീരോടുകൂടി അറിയിച്ചു, വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെ ഓരോരുത്തരും ഉപദേശിച്ചതാ. ഹല്ലേലൂയ. അപ്പോ അതേ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയതിന്റെ 4-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഞാനത് വിശദീകരിച്ച് വരുമ്പോൾ അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. അത് അടുത്ത ക്ലാസ്സുകളിൽ കർത്താവ് നമുക്ക് അവസരം തരുന്നത് പോലെ നമുക്കത് ധ്യാനിക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് വീണ്ടും അപ്പസ്തോല പ്രവൃത്തിയിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പസ്തോല പ്രവൃത്തി 20-29 മുതൽ പൗലോസിന്റെ ആത്മഭാരം താൻ ആ പാസ്റ്റേഴ്സിനോട് വെളിപ്പെടുത്തുകയാണ്. താൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യും? കടക്കും, സഭയിൽ കടക്കും. ആട്ടിൻകൂട്ടത്തെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ അവരെ ആദരിക്കാത്ത എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആത്മീക അവസ്ഥയെ, അവരുടെ വീണ്ടെടുപ്പിനെ വില കുറച്ചു കാണുന്നവർ, അല്ലെങ്കിൽ ദുരുപദേശത്താൽ അവരെ വലിച്ചു കൊണ്ടുപോകുന്നവര്, തെറ്റിക്കുന്നവര് നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യും? കടക്കും. ഉപദേശത്താൽ തെറ്റിക്കുന്നവർ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണമേ. കുഞ്ഞുങ്ങള് അവരെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട, അവരങ്ങനെ ഇരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. അപ്പൊ താ പറയുകയാണ്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാവിലെ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. അടുത്ത് നിന്നും നമ്മൾ ശ്രദ്ധിച്ചു, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ഉപദേശത്തിന്റെ പ്രാധാന്യമുണ്ടോ? സത്യവചനത്തിന്റെ, നിർമ്മല ഉപദേശത്തിന്റെ പ്രാധാന്യം കണ്ടോ? നമുക്ക് എങ്ങനെയാ ആത്മീക വർധന വരുന്നത്? സ്തോത്രം. അത് പുറത്ത് നിന്ന് ഉണ്ടാകുന്ന ഒന്നല്ല ആത്മീക വർധന, അത് അകത്ത് നിന്നുണ്ടാകുന്നതാണ്. അത് സത്യത്തിന്റെ പരിജ്ഞാനത്താൽ ദൈവിക വെളിപ്പാടിനെ നാം തിരിച്ചറിയുകയും അതിനെ മുറുകെ പിടിച്ചു വിശ്വസിക്കുകയും അതിൽ തുടരുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്നതാണ് എന്ത്? ആത്മീക വർധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പണിയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നത്, ക്രിസ്തുവിൽ നമ്മെ വളരുമാറാക്കുന്നത്. ക്രിസ്തുവിൽ നാം അടിസ്ഥാനപ്പെട്ടവരായി വേരൂന്നി വളരുന്ന അവസ്ഥ. ഹല്ലേലൂയ. ആഴവും വീതിയും നീളവും ഉയരവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഒരുമിച്ച് അറിയുന്ന ആ വെളിപ്പാടിനെ പ്രാപിച്ച് വളരുന്ന അവസ്ഥ. അതെവിടെയുള്ളൂ? കൃത്യമായ പുതിയ നിയമ ഉപദേശത്തിൽ മാത്രമേ ഉള്ളൂ. ആ പുതിയ നിയമ സത്യത്തിന്റെ വെളിപ്പാടുകളെ മായം ചേർത്ത് ഉപദേശിക്കുന്ന ശുശ്രൂഷകര്, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിച്ചു ജനത്തെ, സഭയെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകുന്ന ഉപദേഷ്ടാക്കന്മാർ അവിടെ കടക്കുമെന്ന് മുന്നറിയിപ്പ് പൗലോസ് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ആത്മീക വർധന നഷ്ടപ്പെടും. അവരുടെ രക്ഷയെ തന്നെ അത് ബാധിക്കുന്ന തലത്തിലേക്ക്, തെറ്റായ ഉപദേശങ്ങളിലേക്ക് വീണുപോകുവാനായിട്ടിടയായി തീരും. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പൗലോസ് കണ്ണുനീർ വാർത്തു, അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തു. അവരെ ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഫലമേൽപ്പിക്കുന്നത് എങ്ങനെയാണ്? നിർമ്മലമായ സത്യം അവരെ ഗ്രഹിപ്പിച്ചുകൊണ്ടാണ്. അതിനെ ചുരുക്കിത്താൻ പറഞ്ഞു. ദൈവത്തിലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലെ വിശ്വാസം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. പൗലോസ് ദൈവത്തിലേക്കുള്ള മാനസാന്തരത്തെ കുറിച്ച് താൻ പല ഭാഷ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. റോമാലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം ഇങ്ങനെ കാണുന്നു. എന്താണ്? മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുക. മാനസാന്തരത്തിന്റെ മറ്റൊരു പ്രയോഗമാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിലേക്കുള്ള മാനസാന്തരം ഓരോ ദിവസവും നമ്മിൽ നടക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ,
ആ ഒരു വെളിപ്പാട് നമുക്ക് ഗ്രഹിക്കുവാനും പുതിയ നിയമത്തിന്റെ ആ ഉപദേശ രൂപം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട് ഉപദേശ രൂപം. ഹല്ലേലൂയ. പുതിയ നിയമം എന്താണ്? ഇത് രണ്ടും ഉൾക്കൊള്ളുന്നതാണ്. മാനസാന്തരവും യേശുക്രിസ്തുവിന്റെ വിശ്വാസവും. ഒന്ന് മാറ്റിയിട്ട് ഒന്നില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇതിൽ ഏതെങ്കിലും ഒന്നിന് കുറവ് വരുന്നെങ്കിൽ അതൊരു വ്യാജമായ ഒന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ നമ്മെ പര്യാപ്തമാക്കുന്ന വേദഭാഗമാണ് കൊലോസ്യർ 3:1 മുതൽ 17 വരെ. ഞാൻ ഇന്ന് ഈ ആമുഖം മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഒന്നാമത്തെ ഖണ്ഡിക, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഖണ്ഡിക യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നാം എന്തായിരിക്കുന്നു, ഇപ്പോൾ നാം എവിടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് വരെ അവിടെ കാണുന്നുണ്ട്. അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നാളെ നാം എന്താകുമെന്ന് അവിടെ ഉറപ്പ് തരുന്നുണ്ട്. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവരോട് കൂടെ തേജസ്സിൽ. നിങ്ങൾ ആ ഉറപ്പ് പ്രാപിക്കണം. ഇപ്പൊ കർത്താവ് വന്നു കഴിഞ്ഞാൽ എടുക്കപ്പെടുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് സംശയം ഉണ്ടാകരുത്. നിങ്ങൾ വീട്ടിൽ ജനിച്ചവരാണെങ്കിൽ, നിങ്ങൾ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പ് വേണം, എന്റെ കർത്താവ് ഇപ്പോൾ വന്നാൽ ഞാൻ അവരോട് കൂടെ തേജസ്സിലെയും എടുക്കപ്പെടുമെന്ന്. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഗ്രഹിച്ച് ഉറച്ച് അതിൽ വളരേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി രണ്ടാമത്തെ ഖണ്ഡിക നമ്മുടെ മാനസാന്തരത്തെ കുറിച്ച് പറയുകയാണ്. ആകയാൽ എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ പ്രവൃത്തിയുടെ തലത്തിലുള്ള പാപങ്ങളും കാണാം, പിന്നെ പ്രകൃതത്തിന്റെ തലത്തിലുള്ള പാപങ്ങളോടും നാം വിട പറഞ്ഞ് എന്താണ് മാനസാന്തരത്തിൽ വളരേണ്ടതിന്റെ ആവശ്യകത അവിടെ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഖണ്ഡികയ്ക്കകത്ത് നമ്മുടെ ആത്മീക ജീവിതം, സഭാ ജീവിതം, വ്യക്തിപരമായ ആത്മീക ജീവിതമൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് എന്ന് പറഞ്ഞ് അവിടെ പറയുക, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ധ്യാനിക്കുക. ഈ 3-ാം അധ്യായത്തിന് 1 മുതൽ 17 വരെയുള്ള വേദഭാഗം പല ആവർത്തി വായിച്ച് പരിശുദ്ധാത്മാവിന്റെ മുമ്പാകെ ഇരുന്ന് നിങ്ങൾ ധ്യാനിച്ചിട്ട് അടുത്ത തവണ കടന്നു വരിക. നമുക്ക് ഒന്നിച്ച് കർത്താവ് സമയം അനുവദിക്കുന്നുവെങ്കിൽ അന്ന് പടിപടിയായിട്ട് നമ്മൾ ആ വേദഭാഗത്തേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ഇന്ന് അതിലേക്കുള്ള ഒരു ആമുഖം മാത്രമാണ് ശുശ്രൂഷിപ്പാനായിട്ട് ഇടയായി തീർന്നത്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ പണിയട്ടെ. വെളിപ്പാടിനാൽ നാം നമ്മുടെ ആത്മീയ ജീവിതം മുമ്പോട്ട് പോകണം. പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ സത്യ ഉപദേശത്തിന്റെ രൂപം എന്താണെന്ന് നാം ഗ്രഹിക്കണം. ക്രിസ്തു ആകുന്ന പാറയിൽ ഉറയ്ക്കണമെങ്കിൽ, ക്രിസ്തുവിൽ വളരണമെങ്കിൽ, പ്രത്യാശ കൊണ്ട് നിറയപ്പെടണമെങ്കിൽ, ആത്മീയ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞാകണമെങ്കിൽ നാം കൃത്യമായ ഉപദേശം. പൗലോസിന് അത് വളരെ നിർബന്ധമായിരുന്നു. പൗലോസ് അതിനു വേണ്ടി കണ്ണീരൊഴുക്കി, ആത്മഭാരത്തോടെ സഭയിൽ ശുശ്രൂഷിച്ചു. വ്യക്തികളോടായിട്ട് തന്നെ താൻ ശുശ്രൂഷിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടിയും എന്റെ ശുശ്രൂഷയെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ സമയം അനുവദിച്ച കർത്താവിന്റെ ദാസനും ദൈവസഭയ്ക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.